വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡാണ്, നമ്മുടെ സ്ഥിരം വീക്കെൻഡ് വ്ളോഗ്. നമ്മൾ ഇന്ന് ലൈക്ക് എറണാകുളത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് എന്തിനാ ആക്ച്വലി എറണാകുളത്ത് പോകണം. നമ്മുടെ തോപ്പുംപടിയിൽ തന്നെ ലിറ്ററലി എവറി ഷോപ്പ് ഇസ് ദെയർ. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണോ, ഷോപ്പിങ്ങിന് പോകണോ, എല്ലാ കടകളും ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ തോപ്പുംപടി എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇത് നമ്മുടെ കൊച്ചി പഴയ കൊച്ചിയല്ല, അതിൻ്റെ പാട്ടുമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇവിടെ തുടങ്ങി ആക്ച്വലി തോപ്പുംപടിയിൽ ഫുൾ ഷോപ്സ് ആണ്. കുറേ പുതിയ കടകൾ വന്നിട്ടുണ്ട്. ആക്ച്വലി 10 മണി ആയതുകൊണ്ട് കുറേയൊക്കെ അടച്ചു. എന്നാലും ഞാൻ നിങ്ങൾക്ക് കുറേയൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ ആക്ച്വലി ഒരു ദിവസം ഷോപ്പ് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ ആക്ച്വലി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇമ്പോർട്ടഡ് പെപ്സി, ഈ റാമൻ പോലത്തുള്ള സാധനങ്ങൾ, ചോക്ലേറ്റ്സ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, കാരണം അതൊക്കെ ഡയറക്റ്റ്ലി ദുബായ് പിന്നെ വേറെ കൺട്രീസിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ട് പെപ്സി, കാരണം ഇവിടുത്തെ പെപ്സിയും പുറത്തത്തെ പെപ്സിയും ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണെന്ന് നമ്മുടെ കസിൻസൊക്കെ പറയാറുണ്ട്. ടി വിയിൽ പോകുന്നുണ്ട് അത് കാരണം. ഇതാണ് ഇവിടെ ഡ്രിങ്ക്സിൻ്റെ മാത്രം കളക്ഷൻ. ഐ മീൻ കുറേ ഇപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വൈനൊക്കെ ഉണ്ടല്ലേ. സോറി, ഞാൻ എൻ്റെ ഹെൽമെറ്റ് അഴിച്ച സൗണ്ടാണ് ആ കേട്ടത്. ഇതൊക്കെ റാമനൊക്കെ നൈസ് നൈസ് നൈസ്. എനിക്ക് എന്താണ്ട് പെപ്സി അല്ലേ, ഇത് ഇമ്പോർട്ടഡ് ആണോ നോക്കി. നമ്മളന്ന് കണ്ടായിരുന്നു, ഇത് 120 rupees ആയിരുന്നു. എൻ്റെ വൈൻ ഇമ്പോർട്ടഡ് പെപ്സി കഴിഞ്ഞു ഗൈസ് കുടിക്കാൻ. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. മോൺസ്റ്റർ ഡ്രിങ്ക് ഒക്കെ ഇമ്പോർട്ടഡ് ആണ്. ബാക്കി നമ്മുടെ പെപ്സി ഇല്ല, കോക്കും ഇല്ല. ബേബി ഇതൊക്കെ ഞാൻ ഇവിടെയോ ആരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്താ സംഭവം ഐ ഡോണ്ട് നോ. ഹിബിസ്കസ് ടോണിക് വാട്ടർ ദേ കുംബയ കമ്പൂച്ച. ഇതെനിക്ക് റോഹൻ മേടിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജെല്ലി അല്ല, ഐ തിങ്ക് ക്യാൻഡി. എനിക്ക് മേടിച്ചു തന്ന ക്യാൻഡി ആയിരുന്നു. പിന്നെ ഇത് നോക്കൂ, രാമൻ. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഓ ഗൈസ്, ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ആക്ച്വലി. സോറി ഇല്ലല്ലേ പെപ്സി. വേറെ എന്തെങ്കിലും വേണോ? ബീക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചോ. നമ്മളത് രണ്ടും കുടിക്കാറില്ല. ഇവിടെ ഡോനറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബേബി എന്തെങ്കിലും വേണോ? കുക്കിയൊക്കെ സോ ഗുഡ്. നല്ല രസമല്ലേ? ബ്രൗണിയൊക്കെ കൊള്ളാമല്ലേ? എന്തെങ്കിലും മേടിക്കാൻ നോക്കട്ടെ ഞാൻ എന്ത് വേണമെന്ന്. ഞാനിത് മേടിച്ചിട്ടുണ്ട്. ക്രീം ബ്രൂലേ കസ്റ്റർഡ് ആപ്പിളാണ് പറഞ്ഞത്. സൂപ്പർ ടേസ്റ്റ്. കഴിച്ചോ? നമ്മളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. 60 rupees ഉള്ളൂ. 2 പേർക്ക് ഷെയർ ചെയ്യാം അല്ലേ? നമ്മുടെ തോപ്പുംപടിയിൽ ജംഗ്ഷൻ്റെ ആൾക്കാരുടെ അടുത്തായിട്ട് വരുന്നത്. പിന്നെ അപ്പത്തിന് കുറേ കടകൾ കാണിക്കാനുണ്ട്. നമുക്ക് മഴ വന്നിട്ട് നല്ല ഒന്നാം തരം മഴയാണ്. ഇത് നോക്കുക, നമ്മളാണെങ്കിൽ ഇന്ന് കറക്റ്റ് 8:30 ആയിട്ടാണ് വന്നത്. നല്ല സൂപ്പർ മഴ. പക്ഷെ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി നിൽക്കേണ്ടി. ആക്ച്വലി ദാറ്റ് ഇസ് നൈസ്, ലൈക്ക് നൈസ് വൈബ് അല്ലേ? നല്ല രസമുണ്ടല്ലേ? How's the weather? അതെ, കാറിൽ വന്ന ഈ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലല്ലേ? പക്ഷെ മഴ നനഞ്ഞാൽ പോയിട്ടോ. മഴ നനഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. എനിക്കിങ്ങനെ മഴ ഇങ്ങനെ നിന്ന് ആസ്വദിക്കുന്നതായി എൻ്റെ ഇഷ്ടം. മീൻസ് നനയണത് ഇഷ്ടമാണ്. നനഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് ഒന്നുകിൽ വീട്ടിലായിരിക്കണം, അപ്പോൾ തന്നെ ഡ്രസ്സ് മാറണം. നനഞ്ഞ ഡ്രസ്സോടെ എനിക്ക് ഇരിക്കുന്നത് ഇഷ്ടം. ബേബിക്കോ? വിത്ത് വെറ്റ് ക്ലോത്ത്സ് ഇരിക്കുന്ന ഇഷ്ടം. ചില സമയത്ത് ഞങ്ങൾ ഓഫീസിൽ താഴെ നടക്കാൻ പോകുമ്പോൾ ചെറുതായിട്ടൊക്കെ നനയും.
പിന്നെ എനിക്ക് ഓഫീസിന്റെ AC പോയി ഇരിക്കുമ്പോൾ ഭയങ്കര വിയർഡ് ഫീൽ. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഷോപ്സിൽ പോകണമെന്നുണ്ട്. ദേവി എപ്പോഴും മഴയത്താ പോണേ. ലൈക്ക് ഈയിടെയായിട്ട് എല്ലാ ദിവസവും ലിറ്ററലി ദേവി പോണ സമയം വരെ മഴ ഉണ്ടാവില്ല. ദേവി കറക്റ്റ് ഇറങ്ങി കഴിയുമ്പോൾ എടുക്കത്തെ മഴയായിരിക്കും അല്ലേ. മഴ ചെറുതായിട്ട് കുറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ അടുത്ത ഷോപ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാന്ന് വിചാരിച്ചു. കാരണം നിന്നിട്ട് കാര്യമില്ല. ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സിന്റെ ഇവിടെ തന്നെ ഫ്രൂട്ടോപ്പിയ എന്ന് പറഞ്ഞത്. ഫ്രൂട്ടോപ്പിയ എനിക്ക് തോന്നുന്നു അതൊന്ന് ഫ്രൂട്ട്സിന്റെ കടയായിരുന്നു. അപ്പുറത്ത് വാവ് മൊമോ വാവ് ചൈന ഉണ്ട്. ആ കാണുന്നതാണ് വാവ് മൊമോ വാവ് ചൈന. അവിടെ ആക്ച്വലി നല്ല ഫുഡ് കിട്ടും കേട്ടോ. അതും അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിലാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഒന്നല്ല 2 പ്രാവശ്യം ആക്ച്വലി. ഒരു പ്രാവശ്യം മോമോസും ട്രൈ ചെയ്തായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ലൈക്ക് അവരുടെ ഫ്രൈഡ് റൈസും ട്രൈ ചെയ്തായിരുന്നു. ഇറ്റ് വാസ് ആക്ച്വലി വെരി ഗുഡ്. ഭയങ്കര നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലുലു തിരിച്ചു വരുമ്പോഴേക്കും നമ്മളുണ്ടല്ലോ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടാവും. എന്നാ പോവാം. ചെറിയ റെയിൻകോട്ട് ഉണ്ടായിരുന്നാ മതിയായിരുന്നു. എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്, ബേബിക്കും ഉണ്ട്. വാവ് മൊമോ വാവ് ചൈന അതാണ്. അപ്പോൾ നമ്മളിപ്പോ പോകുന്നത് കഴുത്തുമുട്ടി ജംഗ്ഷനിലോട്ടാണ്. നമ്മുടെ തോപ്പുംപടി കഴുത്തുമുട്ടി ജംഗ്ഷൻ. വേർ ആർ യു ഗോയിങ്? അത് ഞാൻ കാണിച്ചു. അതൊക്കെ മതി ബാബു. താങ്ക് യു ബേബി. ഇതാണ് വാവ് മൊമോ വാവ് ചൈന. ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് വാവ് മൊമോ വാവ് ചൈന. അവര് വിചാരിക്കും നമ്മളെന്താ കാണിക്കുന്നത്. നല്ലൊരു ഈസ്തെറ്റിക് ഉണ്ടല്ലേ കാണാം. അതെ, ഇവിടെ കണ്ടു. ഇവിടെ ഇതുപോലത്തെ കുറെ ഓഫേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വിഗ്ഗിയിലും ഉണ്ട് കേട്ടോ ആക്ച്വലി. ചൈനീസ് താലി അറ്റ് ജസ്റ്റ് 199. കൊള്ളാം അല്ലേ. നൂഡിൽസ്, എനിക്കൊന്ന് ചിക്കൻ ആൻഡ് തിങ്സ് ആണെന്ന് തോന്നുന്നു. നോൺ വെജ് ആൻഡ് വെജ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് അടുത്ത സ്റ്റോറിലോട്ട് പോവാം. നമ്മുടെ അടുത്ത ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, നിങ്ങളുടെ ആണെന്നറിയില്ല, ഞങ്ങളുടെ ഫേവറേറ്റ് ആയ അൽതാസയാണ് ഗൈസ്. അൽതാസ. പിന്നെ ഇപ്പുറത്ത് ഡ്രസ് ഷോപ്പൊക്കെ ഉണ്ട്, വെസ്റ്റേണിഷ് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ അൽതാസ, നമ്മൾ എപ്പോഴും വരാറുള്ള അൽതാസ. പിന്നെ അപ്പുറത്ത് എന്തൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു റിലയൻസിന്റെ ആണ് സ്മാർട്ട് പോയിന്റ് ഉണ്ട്. അപ്പൊ ഇതാണ് കഴുത്തുമുട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് വന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുനാമി വന്നപ്പോ പിള്ളേരുടെയൊക്കെ കഴുത്ത് വരെയും വലിയ ആൾക്കാരുടെയൊക്കെ മുട്ട് വരെയും വെള്ളമുണ്ടായിരുന്നു. കഴുത്ത് മുട്ട് അല്ല, മഴ പെയ്താലും ഇവിടെ അത്രയും വെള്ളം ഉണ്ടാവും സുനാമി എന്നൊക്കെ. ഗൈസ്, ഇനി തൊട്ട് നമ്മുടെ ഫുഡ് സ്റ്റോഴ്സ് ആണ്. ആരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് നമ്മളത് മൈൻഡ് ചെയ്തത്. ബിക്കോസ് ഫലൂഡ നേഷൻ, ചിക്കൻ, KFC, പിന്നെ അപ്പുറത്ത് തന്നെ നമ്മുടെ മാക്സ് എന്ത് വന്നിട്ടുണ്ട്, ടോണിയൻ കായ്. ഗൈസ്, തോപ്പുംപടിയിൽ ടോണിയൻ കായ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് തന്നെ നമ്മുടെ മാക്സ് ഉണ്ട്. മാക്സ്, അയ്യോ ദേ ലാബൊക്കെ മഴയത്ത് ഓടിക്കളിക്കുന്നു. പിന്നെ ഓ മൈ കേക്ക് കഫേ, ഇവിടെ നിന്നാണ് ഇപ്പൊ ഞങ്ങൾ കേക്ക് മേടിക്കുന്നത്. അടിപൊളി കേക്കാണ്. അതിന്റെ ഇപ്പുറത്താണ് നമ്മുടെ പുതിയതായിട്ടുള്ള ഫ്രൂട്ട് ഡേ വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്, പക്ഷെ അവിടെ നല്ല തിരക്കുണ്ട്. അത് മാത്രമല്ല, എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാർ ഉള്ളിൽ ഇരിക്കണം. നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അപ്പം 24 hours അല്ലെങ്കിൽ ഒരു 12 മണി വരെ എന്തായാലും മിക്ക കടകളും ഉണ്ടാവും. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ തോപ്പുംപടി BOT ബ്രിഡ്ജിലോട്ടാണ്. അവിടെയും ഇതുപോലെ ഇവിടെ ഒരു പെനിയുണ്ട്. ആക്ച്വലി തോപ്പുംപടിയിൽ ഇപ്പോൾ 3 പെനിയുണ്ട് കേട്ടോ. 3 പെനി ഐസ്ക്രീം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അൽഫാമൊക്കെ കിട്ടുന്ന അറബിക് ഖാനയുണ്ട്. അറബിക് ഖാന അത് പണ്ടോട്ടില്ല ആക്ച്വലി. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കുറേ ഷോപ്സ് ഒക്കെ, കുറേയൊക്കെ അടച്ചു. പിന്നെ ഇവിടെ ഒരു പിസ്സ ഷോപ്പ് ഉണ്ട്. ഇത് പിസ്സ റിക്കോട്ട. നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇവർക്ക് ബിസിനസ് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡൊമിനോസ് ഒക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ബിവറേജ് ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ട്രെൻഡ്സ് ഉള്ളത്. എനിക്ക് ഈ സ്ഥലം ആക്ച്വലി നല്ലോണം അറിയാം, കാരണം ഞാൻ കല്യാണത്തിന് മുന്നേ ഇവിടെയാണ്, തോപ്പുംപടിയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡൊമിനോസ് ഉള്ളത്. പിന്നെ ഈ ലായിഷ് എന്ന് പറഞ്ഞ ഇവിടെ കണ്ടോ, ഈ സലോണിൻ്റെ താഴെ ലായിഷ് എന്ന് പറഞ്ഞ കടയുണ്ട്. അവിടെ ആക്ച്വലി നല്ല ഡ്രസ് മെറ്റീരിയൽസ് കിട്ടും. ഞാൻ എൻ്റെ കല്യാണ സമയത്തൊക്കെ അവിടെ നിന്ന് കുറേ മേടിച്ചായിരുന്നു. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്. റോൾസ് ആൻഡ് ഫ്രൈസ് ഒക്കെ ഇവിടെ വന്നാ. പിന്നെ ഇവിടെ ഒരു പണ്ടത്തെ ചിക്കൻ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ റൊസാരിയോ ഉണ്ട്. റൊസാരിയം ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഹോട്ടൽസ് ആണ്. ഒരു ഹോട്ടലാണ്, പണ്ട് തൊട്ടുള്ള ഒരു ഹോട്ടൽ, അതാണ് റൊസാരിയോ. നമ്മളിപ്പോൾ തോപ്പുംപടിയിലെ സ്ട്രീറ്റ്സിൽ കൂടെ നമ്മുടെ ഈത്തറിൽ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഞാനൊരു പുതിയ കടയുണ്ടായിരുന്നു, ക്യൂബ്. ഇത് ആക്ച്വലി ഞാനതിൽ ഓഫീസ് വിട്ട് വരുന്ന സമയത്തും ഉണ്ടായിരുന്നു.
മഴ മാറി ഗൈസ്, താങ്ക് ഗോഡ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ BOT ബ്രിഡ്ജിന്റെ അവിടെയുള്ള ഫുഡ് സ്പോട്ടിലോട്ടാണ്. അവിടെയാണ് സ്റ്റാർബക്സ് ഒക്കെ ഉള്ളത്. സോ ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് എത്തി. ഏതാ ആ വോൾക്കനോ ക്രീമർ തുറന്നാ? അതൊരു ആക്ച്വലി നല്ല കടയാ. അതെന്ന് വെച്ചാൽ സ്വീറ്റ് എന്റെ നേരത്തോടെ എന്തോരം കടകളാ കൈസ് വന്നിരിക്കണേ. സ്റ്റുഡിയോക്ക് നോക്കി. ഈ സ്ഥലത്തിന് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വോൾക്കനോ ക്രീമറിയാണ്. അത് മാത്രമല്ല മഴയും വന്നു ഗൈസ്. ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം പൊങ്ങി ഗൈസ്. നമ്മളിപ്പോൾ വെള്ളപ്പൊക്കത്തിന് നടക്കുകയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഫുഡ് ഹബ്. മഴയത്ത് ആക്ച്വലി ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമുണ്ട്. നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇവിടുത്തെ കാട്ടി റോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറേ വീഡിയോസിൽ. അതും ബേബിക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കാട്ടി റോൾ തീർന്നു പോയി. ഇവിടുത്തെ കാട്ടി റോളിന് ഭയങ്കര ഡിമാൻഡാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്, ലൈക്ക് ബിഗ് ഫാറ്റ് മോമോ, ഹാജി ഇബ്രാഹിം ആൻഡ് അപ്പുറത്ത് സായി ശരവണയൊക്കെ ഉണ്ട്, ലൈക്ക് വെജ് റെസ്റ്റോറൻറ്റ്. പിന്നെ ലോഡഡ്, ഓ മൈ ഗോഡ് ഡോഗോ. ഇവിടെയാണ് ആദ്യമായിട്ട് ലോഡഡ് വരുന്നത്. ഇവിടെ കുറേ നല്ല ടേസ്റ്റുള്ള ഫ്രൈസും ലോഡഡ് ഫ്രൈസ്, പിന്നെ കുറേ ബർഗർ വരുന്നത് നമ്മുടെ BOT ബ്രിഡ്ജിന്റെ അവിടെയായിട്ടാണ് വരുന്നത്. ഈ കടയിലാണ് നമ്മൾ കാണ്ടി റോൾ കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ നമ്മളുടെ നേരത്തെ കണ്ട ഫുഡ് സ്പോട്ടിന്റെ അടുത്തായിട്ട് തന്നെ ഒരു പുതിയ ഫുഡ് സ്പോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. KR ബേക്കേഴ്സ് ഒക്കെ ആക്ച്വലി അടച്ചു പോയി, കാരണം 10 മണി കഴിഞ്ഞല്ലോ. ഇവിടെ ഉള്ളത് നമ്മുടെ KR ബേക്കേഴ്സ് ഉണ്ട്. പിന്നെ ഓൾഡ് ബ്രിഡ്ജ്, എനിക്ക് തോന്നുന്നു ഇത് അബ്ബാദിന്റെ ആണോ? അല്ലല്ലേ? അബ്ബാദിന് ഇതേപോലത്തെ ഉണ്ട്. ശരിയാ. ഇവിടെ പിന്നെ അതേ കേൾസ് സലോൺ, പിന്നെ ബേബീസിന്റെ ക്ലോത്ത്സിന്റെ കുറേ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്രൈ ഒക്കെ തോക്കുമ്പടി വന്നിട്ടുണ്ട്. ഇവിടെ എന്താന്ന് നമുക്ക് നോക്കാം. ടർക്കി കഫേ അധികം നൈസ് ഷോപ്സ് ഉണ്ട്. ചായ ഗ്രില്ല് നമുക്ക് നോക്കാം എന്താ. നമ്മൾ വീണ്ടും നമ്മുടെ ലോഡഡ് ആൻഡ് സ്റ്റുഡിയോടൊക്കെ അവിടെ തിരിച്ചു. വേറെ ഒന്നുമില്ല, വീഡിയോ എടുത്തിട്ട് വീട്ടിൽ പോകാൻ. നല്ല മഴയാണ്. ഞങ്ങൾ ലിറ്ററലി ഇപ്പം നനഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതൊക്കെയാണ് ഇവിടെയുള്ള ഷോപ്സ്. ഇവിടെ ആക്ച്വലി ഒരു വൈബായിട്ട് കാരണം എവറി ഡേ വീക്കെൻഡ് ആവട്ടെ അല്ലെങ്കിൽ വീക്ക്ഡേ ആവട്ടെ നല്ല തിരക്കുണ്ടാവും രാത്രി ആയാൽ. പിന്നെ ഒരു പാനിപ്പൂരി കടയുണ്ട് കേട്ടോ. അവിടെ പാനിപ്പൂരി ഈസ് ആക്ച്വലി വെരി ഗുഡ്. പിന്നെ ഈ സ്റ്റുഡിയോയുടെ കാര്യം പറയണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയുടെ വീഡിയോ എടുത്തത് ഈ സ്റ്റുഡിയോയിലാണ്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും പോയി കാണണം, കാരണം ഭയങ്കര വലിയ സ്റ്റുഡിയോ ആണ്. പിന്നെ ഈ വോൾക്കാനോ ക്രീമറി ലേറ്റസ്റ്റ് അഡിഷനാണ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വന്നെന്ന്, പക്ഷെ നമുക്ക് വരാം. പിന്നെ ഈ എന്തോ ഇത് വേറെ പനമ്പള്ളി നഗറിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വിഭു പാപ്പമാ തോപ്പുംപടിയുടെ സ്പെല്ലിംഗ് നോക്കി. താപ്പംപട. ഓ മൈ ഗോഡ്, ദാറ്റ്സ് സോ ഫണി. പിന്നെ ഈ സ്റ്റാർബക്സിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരക്ക് കുറവ്. പക്ഷേ ക്യാൻ വി ഗോ ലൈക്ക് ദിസ്? അവർക്ക് എന്തായാലും നഷ്ടമൊന്നുമില്ല. 2 കോഫി വിറ്റാൽ മതി 1500 രൂപ കിട്ടും. ഇറ്റ്സ് ആക്ച്വലി നൈസ്. 24 hours ഉണ്ട്. മേളിത്തെ ഭാഗം ഉണ്ടാവില്ല, രാത്രി ആകുമ്പോൾ താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ അർബൻ പറാത്തിൽ വന്നത് ഞാൻ കുറേ നാളെ. ഞാൻ ആക്ച്വലി ഒരു പ്രാവശ്യം ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, ലൈക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പിന്നെ ഈ ഫസ്റ്റ് കാണുന്ന കടയിൽ നമ്മൾ വന്നായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല അല്ലേ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്കെന്തോ ഫിൽറ്റർ കോഫി അത്ര. ഇതെന്തോ കൊളാബ് പോലെയാണ് രണ്ടും കൂടി ഒരുമിച്ച്. ടിഫിൻ കമ്പനിയും കുംഭകോണം കോഫിയും. ഇറ്റ് വാസ് നോട്ട് ബാഡ്, ബട്ട് അപ്പം ഇതായിരുന്നു നമ്മുടെ BOT പാലത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്റ്റാർബക്സ് ആൻഡ് എവറിത്തിങ്. പിന്നെ നമ്മൾ നേരെ കാണുന്ന ആ ഹാർബർ പാലത്തിൻ്റെ അവിടെയായിട്ട് ഹൈലൈറ്റ് മോൾ വരുന്നുണ്ട്. അതെന്തായാലും ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ വരുമായിരിക്കും. ഈ പറമ്പിലാണ് ആക്ച്വലി നമ്മുടെ ഹൈലൈറ്റ് മോൾ വരുന്നത്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഐ തിങ്ക് ഒരു 1 year ഒക്കെ ആയിട്ട് തുടങ്ങിയതല്ലേ പണി. കാരണം ഒന്നാമത് ഇത് വെള്ളത്തിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്കറിയില്ല ഇവർ മോളൊക്കെ എങ്ങനെ പണിയുമെന്ന്. ലെറ്റ്സ് സീ. അതും കൂടി വന്നാൽ ആക്ച്വലി നമുക്ക് എറണാകുളത്ത് പോകേണ്ട ആവശ്യമേ വരില്ല അല്ലേ വേവു. ഇവിടെ ഇപ്പം ലിറ്ററലി നമ്മൾ ഓരോ ആഴ്ചയും സത്യം പറഞ്ഞാൽ ഓരോ കടകൾ ഓപ്പൺ ചെയ്യണതാണ്. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഉണ്ട്. മാക്സ് ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. പക്ഷെ നമ്മളെന്നാലും ലുലുവിലൊക്കെ പോകട്ടോ ഒരു വെറൈറ്റിക്ക്. ഇനി ഇവിടെ H&M കൂടെ വന്നാൽ മതിയില്ലേ വേവു. ദിസ് ഇസ് ദ ഹാർബർ പാലം. ഹാർബർ പാലത്തിന്റെ ആക്ച്വലി നടുക്കൊക്കെ പൊളിഞ്ഞിരിക്കണെയാണ്. നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇവിടെ പോകുമ്പോൾ പേടിയാണ്. എപ്പോഴും ഇത് പൊളിഞ്ഞു വീഴുന്നതെന്ന് അറിയില്ല. ഐ എം സ്കേർഡ്. ഞാൻ എപ്പോഴും ഈ പാലത്തിൽ കയറുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. എവിടെയാ? അയ്യോ
പമ്പി പിടിക്കാൻ പേരിക്കും വെള്ളത്തിലേക്ക് പക്ഷെ എന്നാലും ഈ പാലം ബ്രിട്ടീഷുകാർ പണിതത് കൊണ്ട് മാത്രമാണ് ഇത്രയും വർഷം സർവൈവ് ചെയ്തത്. ആ മുല്ലപ്പെരിയാറൊക്കെ അതുകൊണ്ടാണ്. ആ പണ്ടത്തെ ആ ബിൽഡിങ്ങിന്റെ ഒരു ബ്രിട്ടീഷുകാർ പണിതത് കൊണ്ടെന്നല്ല, മീൻസ് അപ്പോഴേ പണിതത് കൊണ്ട് പണ്ടത്തെ ആ ഒരു എന്താ പറയേണ്ടത് ബേബി, അതിനെ കൺസ്ട്രക്ഷൻ, അത്ര നല്ല കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇതൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വർഷമായത്? 100 years ആയിട്ടുണ്ടാവില്ലേ? 100 ഒന്നും അല്ലല്ലേ, അതിൽ കൂടുതലായിട്ടുണ്ടാവില്ലേ? എനിക്ക് ആക്ച്വലി അധികം ഹിസ്റ്ററി അറിയില്ല, പക്ഷെ എനിക്ക് അറിയാവുന്നത് വെച്ച് ഈ മിഡിൽ പോർഷൻ ലിഫ്റ്റ് ആകുമായിരുന്നു കപ്പലുകൾ വരുമ്പോ, അങ്ങനെ പൊങ്ങുമായിരുന്നു. അതിനു വേണ്ടിയാണ് ഈ നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ ചെറുതായിട്ട്? പണ്ട് ഇവിടെ നടുക്ക് ഭാഗത്ത് എല്ലാരും വിചാരിക്കണെന്ന് ഇങ്ങനെ മൊത്തമായിട്ട് US-ലൊക്കെ കാണുന്ന പോലെയൊന്നും പൊങ്ങില്ല, പക്ഷെ നടുക്കത്തെ പോർഷൻ മാത്രം പോകും. അത് തന്നെ വലിയ കാര്യമല്ലേ, കാരണം അന്നത്തെ കാലത്തിൽ, അത്രയും പഴയ കാലത്തിൽ അങ്ങനത്തെ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത ഫോട്ടോ ഇട്ട് പോപ്പപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. നോക്കാം. സോൾട്ട് പണ്ട് ഞങ്ങൾ വരുമായിരുന്നല്ലേ എപ്പോഴും, കാരണം പണ്ട് വെറൈറ്റി ഫുഡ് കഴിക്കാൻ സ്ഥലങ്ങളില്ലായിരുന്നു. അപ്പം ഞങ്ങൾ സോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം പക്ഷെ ഞങ്ങൾ വരാറേയില്ല. എനിക്ക് എന്തോ സത്യം ഓണസ്റ്റ്ലി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അധികം വിലയില്ല എന്നും പറഞ്ഞ് ഫുഡിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറവുപോലെ എനിക്ക് തോന്നുന്നു. പനമ്പള്ളി സോൾട്ട് എനിക്ക് പിന്നെയും കുഴപ്പമില്ല. ഇവിടുത്തെ സോൾട്ടിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഫുഡിൽ എന്തോ ഫുഡ് വേസ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു. സോ പിന്നെ എനിക്കെന്തോ ഐ ഡോണ്ട് പ്രിഫർ ഇറ്റ്. ഞാൻ അറിയാലോ, ഞാൻ ഓണസ്റ്റ് കാര്യങ്ങൾ പറയാറുള്ളൂ, കാരണം എനിക്കൊന്നും നോക്കാനില്ല. എനിക്ക് നിങ്ങളെ പറ്റി ഐ കെയർ അബൌട്ട് യു ഗൈസ്. എൻ്റെ വീഡിയോസ് കാണുന്നവർ നല്ല സാധനങ്ങൾ മേടിക്കണം എന്നും നല്ല സ്ഥലത്ത് പോകണം എന്നും എൻ്റെ ആഗ്രഹം. സോ ഐ ജസ്റ്റ് സീ ഓണസ്റ്റ് തിങ്സ്. ഇവിടെ പിന്നെ കുറേ കടകൾ വരാറുണ്ട്, അതുപോലെ പോകാറുണ്ട്. ഇവിടുന്ന് പെനി ഐസ് സ്കാൻഡി പോയല്ലേ, ഇപ്പോൾ സ്കാൻഡി പുതിയ കടയാണ് സ്കാൻഡി. ഇതാണ് നമ്മുടെ തോപ്പുംപടി ഗൈസ്, നമ്മുടെ തോപ്പുംപടി. കുറേ ഷോപ്സ് വന്നല്ലേ ബേബു, കുറേ ഷോപ്സ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ തിരിച്ച് വീട്ടിലോട്ടാണ് പോകാൻ പോകണത്. ആ സമയത്ത് ഞാൻ ഒന്നും കൂടി ആ മാത്സിൻ്റെ സ്ഥലമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ മഴയത്ത് കുളിച്ചു ഗൈസ്, പക്ഷെ വീട്ടിലോട്ടാണ് നേരെ പോകണം, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് മഴ നനഞ്ഞിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ബേബിക്കോ. ബേബി ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, പുതിയൊരു കടയാണ്, ഷവർമയൊക്കെ ഉണ്ടെന്നത് ക്യൂബ്. ഗൈസ് ഇവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് ഷോപ്സ് ആണ് ഗൈസ്. നമ്മുടെ ഡൊമിനോസ് ഉണ്ട്, പിന്നെ ഈ പിസ്സ ഷോപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ പുതിയതായിട്ട് വന്ന പെനി ഐസ്ക്രീം എന്നാണ്, പെനി ഐസ് കാൻഡി അല്ലേ. പിന്നെ ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഗൈസ്. ജസ്റ്റ് അൽഫാമ് മദ്യമൊക്കെ കിട്ടുന്നതാണ്. പെനി അപ്പോൾ 2 എണ്ണമാണ് ഉള്ളത് ആക്ച്വലി. ഇവിടെയും ഉണ്ട് ഒരെണ്ണം, നമ്മുടെ ത്യാരി ജംഗ്ഷനിലും ഉണ്ട് ഒരെണ്ണം. ഇനി അടുത്തത് നമ്മുടെ ഓമൈ കേക്കാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി, കാരണം ഞങ്ങൾ എപ്പോഴും കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു വെച്ചാൽ അവിടുത്തെ എല്ലാ കേക്കും ട്രൈ ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു വെറൈറ്റി ആണ്. അതുമാത്രമല്ല നല്ലൊരു ഫ്രൂട്ട്. പിന്നെ നമ്മുടെ മാക്സ് പറയണ്ടല്ലോ, പിന്നെ നമ്മുടെ KFC ഉണ്ട് ഇവിടെ. ഇതൊക്കെ വന്ന സമയത്ത് നമ്മൾ എപ്പോഴും വരുമായിരുന്നല്ലേ ആക്ച്വലി. ഷിക്കി ഏതാ അവിടെ വേറെ ലൈറ്റ് ഇട്ടിട്ടില്ല ആക്ച്വലി. ഫലൂഡ നേഷൻ, പിന്നെ അങ്ങോട്ട് നമ്മുടെ അൽത്താസയുണ്ട്, കുറേ ഷോപ്സ് ഉണ്ട് ആക്ച്വലി. കുറേ ഡ്രസ് ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ, അൽത്താസ എന്നോൾ. അതിൻ്റെ ഇപ്പുറത്ത് കുറേ ഡ്രസ് ഷോപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാത്തിനും പേരറിയില്ല, പക്ഷെ കുറേ ഷോപ്സ് തോമ്പടിയിൽ എല്ലാ ആഴ്ചയും തുറക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടൊക്കെ ഇനി ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച്. എന്തുണ്ട് പിന്നെ ഗായ്സ് ഇവിടെ ടൈമിന് ഒരു പ്രശ്നമുണ്ട്. കറക്റ്റ് 12 മണിയാകുമ്പോൾ പോലീസുകാർ വന്ന് അടപ്പിക്കും ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നെ അവർ തുറക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിഡ് നൈറ്റ് അങ്ങനെ അധികം കടകളൊന്നും ഇല്ല. ആകെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഒരു 24 hours ഉണ്ടല്ലേ, പക്ഷെ അത് ജസ്റ്റ് ഒരു നമ്മുടെ ചായ, ബൂസ്റ്റ്, അങ്ങനത്തെ കട മാത്രമല്ല. അല്ലാതെ പ്രോപ്പർ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ 12 മണി കഴിഞ്ഞിട്ടില്ല. അതിന് നമ്മൾ എറണാകുളത്തേക്ക് പോകേണ്ടി വരും. ബട്ട് ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു മടിയുള്ള ദിവസമായിരുന്നു, പക്ഷെ എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ലിറ്ററലി ഞങ്ങളുടെ വീടിൽ നിന്ന് 5 കിലോമീറ്റർ വന്നാൽ മതി. ഇവിടെ ഇപ്പോൾ കുറേ കടകളുണ്ട്. അത് മാത്രമല്ല കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ, KFC, ചിക്കൻ, അൽത്താസ,
ലിറ്ററലി ഇപ്പൊ വാവ് മോമോ വാവ് ചൈന ചൈനീസും ഉണ്ട്, അറബിക് ഉണ്ട്, എല്ലാം ഉണ്ട്. കൊള്ളാണ്ട് അല്ലേ? ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ലൈക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും പിന്നെ പോവാറുണ്ട്, എന്നാലും ഞാൻ ഐ പുട്ട് എ ലിറ്റിൽ മോർ എഫേർട്ട് ബിക്കോസ് നിങ്ങൾ കാണുന്നുണ്ട്. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ബേബി. എനിക്ക് ആക്ച്വലി വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. എനിക്ക് നല്ല കുറച്ച് കമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു വിച്ച് ആക്ച്വലി മേഡ് മീ സോ ഹാപ്പി. അതിനെപ്പറ്റി ഞാൻ എന്തായാലും പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിനി വീട്ടിൽ പോയിട്ട് എടുക്കാമല്ലോ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മൾ പോണ വഴി ആക്ച്വലി നമ്മുടെ കൊച്ചിൻ കോളേജിൻ്റെ അവിടെയായിട്ട് ഈ കട കണ്ടു. അപ്പോൾ റോൾ ആയതുകൊണ്ട് എന്ത് റോളാന്ന് വിചാരിച്ചു, കാരണം ബേക്ക് കാട്ടി റോൾ കഴിക്കുന്നുണ്ടായിരുന്നു. സോ ഇവിടെ ആക്ച്വലി തവ റോളാണുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ചേട്ടൻ, അതായത് ബായിന് നമ്മൾക്കറിയാം, നമ്മളുടെ ഫേവറേറ്റ് ഷവർമ സ്പോട്ടിലത്തെ ബായായിരുന്നു. ആ ബായ് പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഷവർമ കഴിക്കാറില്ലായിരുന്നു. ഇപ്പം ആക്ച്വലി ബായ് ഇതേ നോക്കിയിട്ട് ഇവിടെ നിൽക്കുന്നു. അപ്പം ഇനി എന്തായാലും നമുക്ക് ഇവിടെ വരാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു തവ റോൾ, ഒരു ചീസ് തവ റോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാഴ്സലാണ് പറയാം, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഗൈസ് അപ്പുറത്തായിട്ട് ഒരു തട്ടുകടയും ഉണ്ട് ആക്ച്വലി. ഇതാണ് ഹാപ്പി റോൾസ്. കൊള്ളാം. നമ്മളപ്പോൾ പാഴ്സൽ മേടിച്ചു. ഗൈസ് നമ്മളിത് വീട്ടിലെത്തി. സോ നമുക്ക് എന്തായാലും നമ്മുടെ റോൾ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ആക്ച്വലി കണ്ടിട്ട് വേഗം കഴിക്കാൻ തോന്നുന്നു. നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ല. ഇതപ്പോൾ നമ്മൾ ഒരെണ്ണം മേടിച്ചുള്ളൂ. വി തോട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാം, കാരണം ഫുഡ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തിയും കഴിക്കാം. സോ ദിസ് ഇസ് എ തവ റോൾ. അപ്പോൾ പൊറോട്ടയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഫില്ലിംഗ് അറിയില്ല. നമ്മൾ ചീസാണ് ചൂസ് ചെയ്തത്. ഷവർമ്മയുടെ ചിക്കൻ തന്നെയാണെന്ന് തോന്നുന്നു. ഷവർമ്മ പോലെ, പക്ഷെ ഞാൻ ആ ഷവർമ്മ ഉണ്ടാക്കുന്ന സാധനം കണ്ടില്ല. തവയല്ലേ, തവയിലിട്ടാണ് ഫ്രൈ ചെയ്തത്. തവ തവ. So let me try it first. എന്നിട്ട് വേണം ബേബിക്ക് ട്രൈ ചെയ്യാൻ. ബേബിക്ക് വേണ്ടിയാണ് നമ്മളത് മേടിച്ചത്, ബിക്കോസ് ബേബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ കാട്ടി റോളൊക്കെ. സോ ദിസ് ഇസ് സിമിലർ. This is similar to that. Okay, so let's try this. Taste ഉണ്ടോ? Crispy. നല്ല ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ബേബിക്ക് കൊടുക്കല്ലേ ഗൈസ്, ബേബിക്കും കൊതിയാവുന്നുണ്ട്. കഴിച്ചോ ഗൈസ്. നമ്മൾ റോൾ കഴിച്ചു. ഇറ്റ് വാസ് ആക്ച്വലി സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ആക്ച്വലി 120 rupees ഉള്ളൂ. അത് മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ നല്ല ഫില്ലിങ്ങാണ്, കാരണം പൊറോട്ടയാണ്. പിന്നെ പൊറോട്ട എപ്പോഴും കഴിക്കാൻ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല, പക്ഷെ വൺസ് ഇൻ എ വൈൽ ഇറ്റ്സ് ഗുഡ് ബിക്കോസ് വി ആർ മലയാളീസ്. നമുക്ക് ആർക്കാ പൊറോട്ട ഇഷ്ടമില്ലാത്ത? മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും കഴിക്കില്ല. ചില സമയത്ത് പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, ലൈക്ക് വൺസ് ഇൻ എ വൈൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. സോ ദിസ് വാസ് എ ഗുഡ് റോൾ. അതുമാത്രമല്ല അവിടെ ഉണ്ടാക്കുന്ന ആ ബായ് ഇസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് ബായ്സ്. കാരണം നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഷവർമ ഷോപ്പ് ഉണ്ടായിരുന്നു, ടിക്കാന്നെന്തോ പറഞ്ഞിട്ട്. അവിടുത്തെ ഈ ബായ് ഉണ്ടാക്കുന്ന ഷവർമ വാസ് സോ ഗുഡ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അൽത്താസ വന്നതിന് മുന്നേ വരെ നമ്മൾ അവിടെ നിന്നായിരുന്നു. പിന്നെ ആക്ച്വലി ആ ഷോപ്പ് അടച്ചു. പിന്നെ നമ്മൾ പെട്ടെന്ന് ബായിനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി, ബായ്ക്ക് സന്തോഷമായി. സോ വി ആർ സോ ഹാപ്പി. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റോൾ കഴിക്കാൻ ബായുടെ അവിടെ പോവാം. സോ ഞാൻ ആക്ച്വലി വേറൊരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തത്. വേറെ ഒന്നുമല്ല, ഐ ഹാഡ് ഗോട്ട് ലൈക്ക് 2 comments ഫ്രം ഹാഫിസ് സച്ചിൻ. എനിക്ക് ഈ പേര് മെൻഷൻ ചെയ്യണം, കാരണം എനിക്ക് ഈ 2 കമൻസും ഇറ്റ് മീൻഡ് എ ലോട്ട് ടു മീ. എനിക്ക് ഭയങ്കര അധികം സന്തോഷമായതും, സന്തോഷം മാത്രമല്ല ആക്ച്വലി, ഞാൻ ഈ ഫസ്റ്റ് കമൻറ്റ് എൻ്റെ ലുലുവിൻ്റെ ഞാൻ ലേറ്റസ്റ്റ് ഇട്ട 2 വീഡിയോസിലാണ് ഈ കമൻസ് വന്നത്. ആദ്യത്തെ കമൻറ്റ് കണ്ടപ്പോൾ ഞാനിങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് കണ്ടത്. ഞാൻ ആക്ച്വലി അരമണിക്കൂർ ഇരുന്ന് കരഞ്ഞു, സന്തോഷം കൊണ്ട് കേട്ടോ. സന്തോഷം കൊണ്ട് ഞാൻ അരമണിക്കൂർ ആക്ച്വലി ഞാൻ ഇരുന്ന് കരഞ്ഞു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്രം ഐ ഗോട്ട് ഇമോഷണൽ. കാരണം ഞാൻ ആ ലാസ്റ്റ് ലുലുത്തെ 2 വീഡിയോസ് എടുത്തപ്പോഴും ഐ വാസ് ആക്ച്വലി സിക്ക്. ഞാൻ പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത്. പിന്നെ എനിക്കിത് ഇഷ്ടമാണ്. ദിസ് ഇസ് ഐ ഓൾവേസ് സേ ഐ ഡു ദിസ് ഔട്ട് ഓഫ് പാഷൻ. എനിക്ക് ഇതുവരെ ഞാൻ 225 വീഡിയോസ്, 225 or 27 വീഡിയോസ് എന്തോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലൊന്നിനും എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ പൈസക്ക് വേണ്ടി തുടങ്ങി വെച്ച ഒരു സംഭവമല്ല. എന്നാലും ഐ മേക്ക് ഷുവർ ഐ മേക്ക് ഗുഡ് ക്വാളിറ്റി കണ്ടൻറ്റ്. ഞാൻ ഇടുന്ന വീഡിയോസിന് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
ഞാൻ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ സ്നേഹം ഇസ് സംതിങ് ഐ ലവ്. സോ ദാറ്റ് കമൻറ്റ് എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി ഞാൻ. കാരണം എന്നെ മനസ്സിലാക്കിയ, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ അത്രയും മനസ്സിലാക്കി അത്രയും എഫേർട്ട് എടുത്ത് ആ കമൻ്റ് ഇട്ടത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ഇൻഫ്ലുവൻസിങ് ഓർ എനിക്ക് പ്രചോദനം, ദാറ്റ്സ് ദ വേർഡ്. എനിക്ക് ഭയങ്കര പ്രചോദനമാണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ. ആ വീഡിയോ ആക്ച്വലി 7000 പേര് കണ്ടു, നമ്മുടെ ലുലു വീഡിയോ. ഞാൻ ആ വീഡിയോ എടുക്കുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും പോലും വിചാരിച്ചാൽ ഇത്രയും പേര് കാണും. കുറേ പേർക്ക് അത് ആക്ച്വലി ഹെൽപ്ഫുള്ളായി, കുറേ പേർക്ക് പോകാൻ പറ്റി, വിച്ച് മെയ്ഡ് മീ സോ ഹാപ്പി. കാരണം എനിക്ക് ഇഷ്ടമാണ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി ത്രൂ വാട്ട് ഐ ഡു. ഇറ്റ്സ് ഓൾവേസ് ബിൻ മൈ ഡ്രീം ഓഫ് മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. എനിക്ക് പണ്ട് തൊട്ടേ, ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തൊട്ടല്ല, എനിക്ക് പണ്ട് തൊട്ടേ ആൾക്കാർ ചിരിച്ച് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ ഐ എം സോ ഹാപ്പി. ആർക്കെങ്കിലും ഒരാളിട്ട കമൻറ്റ് തന്നെ എനിക്ക് അത്രയും ഭയങ്കര വലുത്. 7000 പേര് കണ്ടതിൽ ആ ഒരാൾ എന്നെ മനസ്സിലാക്കിയത് തന്നെ എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ. ഐ എം ജസ്റ്റ് സോ ഹാപ്പി. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇത്രയൊക്കെ എത്തും, ഇത്രയൊക്കെ ആവുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കെന്താ എന്നിൽ ഒരു വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഐ എം ജസ്റ്റ് സോ താങ്ക്ഫുൾ ടു ദ ഗോഡ് ആൻഡ് ടു ഓൾ ഓഫ് യു ഗൈസ്. നിങ്ങളൊക്കെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് ഇടുന്നത്. കാരണം നിങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നതിലൊക്കെ എന്താ അർത്ഥമുണ്ട്? നിങ്ങളൊരു കുറച്ച് പേര്, നിങ്ങൾ 1-2 പേര് കണ്ടാൽ പോലും ഐ വിൽ കീപ് ഓൺ പോസ്റ്റിംഗ് വീഡിയോ, ടേക്കിംഗ് വീഡിയോസ് ആൻഡ് ഐ മേക്ക് ഷുവർ. ഇപ്പോൾ ഞാൻ തുടങ്ങി വെച്ചത് കൊണ്ട് മാത്രമല്ല ഞാൻ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുക. ഇതും നല്ലതൊന്നും ആണ് ഞാൻ സമ്മതിക്കുന്നില്ല. കാരണം എനിക്ക് അത്ര എഡിറ്റിംഗ് സ്കിൽസും ഒന്നുമില്ല, പ്രസൻറ്റേഷനൊന്നും എനിക്ക് അത്ര ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല, എനിക്കറിയാം. പക്ഷെ ഞാൻ ചെയ്യുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കരുത്, നിങ്ങൾ എൻ്റർടൈൻഡ് ആവണം, നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കരുത് എൻ്റെ വീഡിയോസ് കണ്ടെന്ന്. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട് ആക്ച്വലി. അതുകൊണ്ട് ഐ മേക്ക് ഷുവർ ഐ പുട്ട് ഗുഡ് കണ്ടൻറ്റ്. അത് തുടക്കം തൊട്ട് ഇതുവരെ ഞാൻ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി എത്ര വീഡിയോസ് ഇട്ടാലും യാ. സോ ബേസിക്കലി ഐ എം ജസ്റ്റ് സേയിങ് താങ്ക്സ് ടു ഓൾ ഓഫ് യു, സ്പെഷ്യലി ഹാഫിസ്. താങ്ക് യു സോ മച്ച്. വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കരഞ്ഞു പോയി. എനിക്ക് അത്രയും സന്തോഷമായി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നന്ദി, വളരെയധികം നന്ദി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്നത് ഐ എം ലൈക്ക് സോ താങ്ക്ഫുൾ ടു യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഐ വിൽ കണ്ടിന്യൂ ടു മേക്ക് ഗുഡ് സ്റ്റഫ്. എത്ര നാളായാലും എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്ര നാൾ ഐ വിൽ മേക്ക് ഷുവർ ഐ എം ടേക്കിംഗ് പ്രോപ്പർ വീഡിയോസ് ഫോർ യു ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി എടുക്കും ഞാൻ. എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കൂടെ വേണ്ടി ഞാൻ എടുക്കും. പിന്നെ 2 പേര് നമ്മളോട് അർമാനി എക്സ്ചേഞ്ച് ഷോപ്പിംഗ് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഐ വിൽ ഡു ഇറ്റ് വെരി സൂൺ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡു കമൻറ്റ്. എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം വർക്ക് ഉണ്ട് മിക്ക ദിവസവും. ആകെ സാറ്റർഡേ സൺഡേസ് ആണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഐ മേക്ക് ഷുവർ ഐ ഡു ഇറ്റ്. എന്നെ കൊണ്ട് പറ്റാവുന്ന എന്തും ഞാൻ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. സോ ഡു കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ഐ മേക്ക് ഷുവർ ഐ ഡു ഇറ്റ്. പിന്നെ ആരുക ആക്ച്വലി ഫോണൊക്കെ നമ്മുടെ വീഡിയോ കൊണ്ട് പോയി മേടിച്ചു എന്ന് പറഞ്ഞായിരുന്നു. ഐ എം സോ ഹാപ്പി ഫോർ യു. കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ വീഡിയോ കണ്ട് പോയ എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. പിന്നെ ചിലവർ പോയിട്ട് പെട്ടു എന്നും പറഞ്ഞായിരുന്നു. ഐ എം സോറി ഫോർ ഓൾ ഓഫ് യു ഗൈസ്. എന്തായാലും നമ്മൾ സെയിലിന് പോകുമ്പോൾ പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കാറിന് പോകണ്ട, സ്കൂട്ടറിന് പോകുന്ന. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയപ്പോൾ കാറിന് പോയില്ല. കാരണം ഞങ്ങൾക്ക് അറിയായിരുന്നു. സെക്കൻഡ് ടൈം ഞങ്ങൾ കാറിന് പോയപ്പോഴും ഞങ്ങൾ ആക്ച്വലി കാർ പുറത്തിട്ടു. പക്ഷെ എന്നാൽ ബില്ലടിക്കാൻ നല്ല സമയം വരും. പിന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടി പോവണ്ട. ഹൈപ്പർ മാർക്കറ്റിൽ ഓഫേഴ്സ് ഉണ്ടാകും. അവിടെ ആയിരുന്നു ആക്ച്വലി ഏറ്റവും തിരക്ക്. പക്ഷെ എനിക്കറിയില്ല എന്തിനാ ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടി പോകണമെന്ന്. കാരണം അവിടെ ഒടുക്കത്തെ തിരക്കായിരിക്കും. അവിടെ ഓഫേഴ്സിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും വേറെ ദിവസം ചെന്നാലും കിട്ടും. ഇപ്പോഴും ഓഫർ ഉണ്ട് ആക്ച്വലി. നാളെ നമ്മൾ പോവുകയാണെങ്കിൽ നാളത്തെ അവസ്ഥ ഞാനെടുത്ത് കാണിക്കാം. കാരണം 21-ാം തീയതി വരെ ഉണ്ട് സെയില്. എൻ്റെ സീസൺ സെയിൽ തീർന്നിട്ടില്ല. സോ ഐ മേക്ക് ഷുവർ ഐ ടേക്ക് എ വീഡിയോ ഓഫ് ദാറ്റ് ഓൾസോ.
ബട്ട് ഐ എം സോ ഹാപ്പി. നിങ്ങളുടെ എല്ലാം ഈ സപ്പോർട്ട് എനിക്ക് ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ ഗൈസ്. ഇറ്റ് മീൻസ് എ ലോട്ട് ബിക്കോസ് യു ആർ മൈ ഫാമിലി നൗ, പാർട്ട് ഓഫ് മൈ ഫാമിലി. സോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് അറിയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കണേ. എൻ്റെ പാഷൻ ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ കാണുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ എടുത്തിടാൻ പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ഈ വീഡിയോ ഞാൻ വിചാരിച്ചു ഇവിടെ നിർത്താമെന്ന്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഐ എം സോ സോറി ഗൈസ്, ബട്ട് ആർക്കെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ ഷോപ്സ് നമ്മൾ കവർ ചെയ്തായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഹാപ്പി റോൾസ് എന്ന റോളും ട്രൈ ചെയ്യുക, തവ റോൾ. പിന്നെ നമ്മുടെ ലെറ്റ്സ് ബേക്ക് അല്ലല്ലോ, ആ ബേക്കറിയുടെ പേര് ഞാൻ വിട്ടു, പക്ഷെ ഞാനത് നല്ലോണം വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടുത്തെ ക്രീം ബ്രുലെ ഇറ്റ് വാസ് സോ ഫ്രിക്കിൻ ഗുഡ്. അത് ആക്ച്വലി കസ്റ്റർഡ് ആപ്പിൾ വെച്ച് എന്തോ ഉണ്ടാക്കി, പക്ഷെ അത് നിങ്ങൾ തിന്ന ലിറ്ററലി കസ്റ്റർഡ് പുഡിങ് അതിൻ്റെ ഒരു ലക്ഷറിയസ് ലെവൽ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. 60 rupees ഉള്ളൂ, വർത്ത് ഇറ്റ്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ ബാക്കി ഷോപ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തിട്ട് നാളെ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആയിട്ട് വരാം. സോ ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.